Hi everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Abra. Ozlard. So let's watch it. Yeah. ഡോക്ടർ സതീഷ് മാധവൻ പറഞ്ഞതനുസരിച്ച് വിളിക്കുന്നതാണ്. ഐ ആം ഡോക്ടർ ഗോവിന്ദരാജ്. സാറ് പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അത് കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാ. Let conversation cease. Let laughter flee. This is the place where death delights to help the. അപ്പോ ഇനി 2 കൊലകൾ കൂടി. Oh, 2 more murders. സർ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ് ഡിസെക്ഷൻ ഹാളിൽ വരുന്നത്. ഒരു ബാച്ചിൽ 200 കുട്ടികൾ. ഞങ്ങൾ അവരെ 20 പേരുടെ ബാച്ചുകളായി ഗ്രൂപ്പുകളായി തിരിക്കും. മാഡം, ആ കാണുന്ന ടാങ്കുകളൊക്കെ എന്താണ്? ഫോർമലിൻ ടാങ്ക്സ്. അടുത്ത ദിവസം ഡിസെക്ഷനുള്ള കഡാവേഴ്സ് അതിനകത്താണ് ഇട്ടുവെക്കുന്നത്. മാഡം, ഈ സ്ഥലത്ത് ഈ പർട്ടിക്കുലർ ഹാളിൽ വെച്ചിട്ട് ഒരു ക്രൈമിലേക്കോ കൊലപാതകത്തിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നായിട്ട് ഓർക്കുന്നുണ്ടോ? സർ, ഞാനിവിടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് 14 വർഷമായി. ഇങ്ങനെ എന്തെങ്കിലും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. സാർ, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. സാറിനറിയാമല്ലോ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങളും വാർത്തകളും ആവുന്നു. എന്തുണ്ടായാലും അത് തീർച്ചയായും ഒരു വാർത്തയാവാതിരിക്കുന്ന പ്രശ്നമില്ല. പ്രതികാരം ചെയ്യാൻ ഒരാളെയോ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരു സൈക്കോപാത്തിനെയോ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രതാപ് സർ. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, എന്തിന് കീറിമുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ കിടത്തുന്ന കെടാവറുകൾക്ക് പോലും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. താങ്ക് യു മാം. സർ, என்ன சொல்ல, அவன் ரொம்ப நல்ல பையன். படிப்புலையும் ஃபஸ்ட்டு, ஸ்போர்ட்ஸ்லேயும் ஃபஸ்ட்டு. அவன் நல்லா பாடுவான். இப்படி ஆகிப்போச்சு சார். அவனுக்கு யாராவது எதிரிங்க இருந்தாக அறியாமோ? சார், இந்த பிஸ்னஸை நாங்கள் பரம்பரையாக பண்ணிட்டு வரோம். அதான் தெரியுமே, பிஸ்னஸ்னாலே எதிரிங்க இருக்க தானே சார் செய்வாங்க. இங்கே யாராவது அந்த மெடிசின் சம்பந்தப்பட்ட டாக்டர் இருக்காங்களா? அசோகனுக்கு കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് இருந்தா. നവീൻ, സജിമോൻ, 2 പേരും അശോകന് മുമ്പ് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരാ. ഇവരാരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? അല്ലെന്നാ ഇവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട யாரையாவது உங்களுக்கு தெரியுமா? சார், என் பையன் கேரளாவில் பிஸ்னஸ் ஆரம்பித்த போது ஒரு 2 தடவை அங்கே போயிருக்கேனே தவிர யாருமே எனக்கு தெரியாது சார். ഹലോ മാഡം, ഒരു ബൈക്ക് യാത്രക്കാരൻ ആക്സിഡന്റ് നടന്ന തച്ചങ്കര പാലത്തുമ്പോൾ 2 വാഹനങ്ങൾ നിർത്തി ബൈക്കും നിലത്ത് കിടക്കുന്നതായി കണ്ടു. പുലിവാലാകണ്ടെന്ന് കരുതി അയാൾ അതിൽ ഇടപെട്ടില്ല. 2 വണ്ടികളോ? അതെ മാഡം, ഒരു പിക്കപ്പ് ജീപ്പും പിന്നെ ഒരു ലോറിയും. ലോറിയിൽ ഏതാണ്ട് പച്ചപ്പുല്ലായിരുന്നു ലോഡെന്നാണ് ആൾക്ക് തോന്നിയത്. അത്രയാൾ ശ്രദ്ധിച്ചോളൂ മാഡം. ഓക്കെ, ശരി മാഡം. ഫോളോ ദാറ്റ് ലീഡ്. ഓക്കെ സാർ. ഇതിലാരടാ ശിവൻകുട്ടി? അന്ന് രാത്രി ബൈക്ക് അടിച്ച് കിടന്നെടുത്ത് ഞാൻ ലോറി നിർത്തിയിരുന്നു. പക്ഷെ ആക്സിഡന്റ് ഞാൻ കണ്ടിട്ടില്ല സാർ. പിന്നെ ശിവൻകുട്ടി എന്താ കണ്ടത്? സാർ, അത് പിന്നെ ആക്സിഡന്റ് ആണോ? ഹലോ, ആശുപത്രിയിലെങ്ങാനും പോണോ? ചേട്ടാ, നിങ്ങൾക്ക് സഹായം വേണോ? ഹലോ, ഏയ്, നീ പൊക്കോ, ആംബുലൻസിൽ
സാറേ അവൻ തൊണ്ടയിൽ എന്തോ ഒരു ടോർച്ച് പോലുള്ള സാധനം കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി സാറേ. താൻ അയാളുടെ മുഖം കണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തലയിൽ എന്തോ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അയാൾ നല്ലൊരു ആരോഗ്യമുള്ള ആളെ പോലെ എനിക്ക് തോന്നിയത്. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറിയാ സാർ. സിജോ സാർ, ഇത്തരം സന്ദർഭങ്ങളിൽ കഴുത്തിൽ ടോർച്ച് അടിച്ച ആരും ഒരു ഗിമിക്സ് ഒന്നും കാണിക്കില്ല. അതെ സാർ. ശിവൻകുട്ടിക്ക് പകരം നിറയെ ആളുകളുള്ള ഒരു വാഹനമാണ് അവിടെ നിർത്തിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇയാളെക്കാൾ ധൈര്യമുള്ള ഒരാളാണ് അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിലോ. താൻ കണ്ട ടോർച്ച് ഇതാണോ? ഏതാണ്ട് ഇതന്നെ സാർ. സാർ, നമ്മുടെ കില്ലർമാരിൽ ഒരാൾക്ക് സംസാരശേഷിയില്ല സാർ. സീരിയസ്. അയാളൊരു ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ചാണ് സാർ സംസാരിച്ചത്. ക്യാൻസർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ശബ്ദം നഷ്ടപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. എൻ്റെ അച്ഛന് ക്യാൻസർ വന്ന ശേഷം കുറച്ച് നാൾ ഇത് ഉപയോഗിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന ഇതുപോലൊരു ഡിവൈസ് ആണോ? സാർ, ഇത് തന്നെയാണ് സാധനം. ആക്ച്വലി സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് ഇതുപോലൊരു ഉപകരണം ഉപയോഗിച്ച് കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയും. പിന്നെ എത്ര ശതമാനം സംസാരശേഷി പോയി എന്നതിനെ ആശ്രയിച്ചിരിക്കും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന്റെ സ്വഭാവം. സാർ, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കില്ലർ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന ആർട്ടിഫിഷ്യൽ ലാരിങ്സിന്റെ ഈ മോഡൽ ഇറങ്ങിയിട്ട് 3 വർഷത്തോളം ആകുന്നു. 3 വർഷത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ലാരിങ്സ് വിത്ത് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. കില്ലർ കേരളത്തിൽ നിന്നാണ് ട്രെയിനിങ് നേടിയിട്ടുള്ളത് എങ്കിൽ അയാൾ ഈ ലിസ്റ്റിലുണ്ടാവും. സാർ, ലിസ്റ്റ് നോക്കാം. സാർ, ഇതിൽ തന്നെ 120 ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ബാക്കിയുള്ളതിൽ 20 പേർ സ്ത്രീകളും 12 പേർ കുട്ടികളുമാണ്. നമ്മൾ അന്വേഷിക്കുന്ന 18 മുകളിൽ പ്രായമുള്ള 90 പേര് ഈ ലിസ്റ്റിലുണ്ട് സാർ. ഈ 90 പേരെ ചോദ്യം ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത വിക്ടിം നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാം സിജോ. അൻവർ ഷാദത്ത്, തങ്കശ്ശേരി കൊല്ലം. റോബിൻ വർഗീസ്, തിരുവനന്തപുരം. ജഗദീഷ് പൊന്നുരുന്നി. കൃഷ്ണദാസ് PS, കണ്ണങ്കര PS. പ്രീവിയസ് പേജ്. കൃഷ്ണദാസ്, കണ്ണങ്കര. സർ, കണ്ണങ്കര. സർ, അമ്പലപ്പാട് കണ്ണങ്കരയുടെ അടുത്ത പ്രദേശമാണ് സർ. അമ്പലപ്പാട്. അശോക് സെൽവരാജിന്റെ ഹോട്ടലിൽ കൊടുത്ത അക്കൗണ്ട് നമ്പറുകാരൻ. അജേഷിന്റെ നാട്. ഗുഡ്. താങ്ക് യു സർ. സാർ, ഈ അഡ്രസ്സിൽ ഫോട്ടോ ഇല്ല. ഡസൻ മാറ്റർ. 90 പേരിൽ നമ്മൾ അന്വേഷിക്കുന്ന ആദ്യത്തെ ആൾ ഇയാളാവട്ടെ. അടത്തിൽ വീട്, കണ്ണങ്കര പോസ്റ്റ്. എന്താ സാറേ? ചേച്ചി, ഞങ്ങൾ കൃഷ്ണദാസിനെ അന്വേഷിച്ചു വന്നതാ. അതിന് കൃഷ്ണൻ ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ലല്ലോ. കൃഷ്ണദാസ് എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? എന്താ സാറേ, അവൻ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തോ? അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ? അവന്റെ അടുത്ത കാലത്തെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയോ? അല്ല സാറേ, അവൻ സംസാരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണദാസ് ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ സാറേ? കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെട്ടത് എങ്ങനെയാ? എന്റെ മോന്റെ ശബ്ദത്തിനൊരു കുഴപ്പമില്ലായിരുന്നു സാറേ. അവൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. സ്കൂളിലെ യുവജനോത്സവത്തിലൊക്കെ അവൻ 1ാം സ്ഥാനമായിരുന്നു. എല്ലാരും പറഞ്ഞിരുന്നത് അവൻ വലുതാവുമ്പോ യേശുദാസിനെ പോലെ വലിയ പാട്ടുകാരനാവുന്ന. അവന്റെ തൊണ്ടയ്ക്കൊരു മുഴ വന്നു സാറേ. ചെറിയൊരു ഓപ്പറേഷൻ ഉള്ളെന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ മുഴയോടൊപ്പം അവന്റെ ശബ്ദം അങ്ങ് പോയി. ഇതെല്ലാം പോയി സാറേ. എപ്പോഴായിരുന്നു ഓപ്പറേഷൻ?
1989 സാറ്. അവനപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. കൃഷ്ണദാസിന്റെ പുതിയ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഞാനിപ്പോ എടുത്തോണ്ട് വരാം. 1989, Calicut Medical College. Anatomy Dissection Hall, Calicut Medical College. സർ, ഇയാളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെങ്കിൽ സാറേ, ഇതാ സാറേ എൻ്റെ മോൻ. കൊല ചെയ്യപ്പെട്ട 3 പേരും 93 ശേഷം ജനിച്ചവരാ. അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെട്ട സർജറിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടാവാൻ സാധ്യത. പിന്നെയും സാധ്യത കൊല ചെയ്യപ്പെട്ടവരുടെ രക്ഷിതാക്കൾക്കാവണം. ഉദാഹരണത്തിന് ആദ്യം കൊല ചെയ്യപ്പെട്ട നവീൻ, അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MD എടുത്തിട്ടുള്ളത്. 88-90. ഹലോ ഡോക്ടർ, എനിക്ക് ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു. ഡോക്ടർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അതെ. നമ്മുടെ സസ്പെക്ട്സിൽ ഒരാളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഡോക്ടർ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഒരു സർജറി ചെയ്തിരുന്നു. സർജറിയോ? ഞാൻ ജനറൽ മെഡിസിൻ PG ആയിരുന്നു. എനിക്ക് സർജറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങളീ പറഞ്ഞ ശിവകുമാർ ജനറൽ മെഡിസിൻ PGക്ക് അവിടെ പഠിച്ചു. അവർക്കും ഈ സർജറി ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പറഞ്ഞ സത്യം. ഡോക്ടറെ, 89 ഇവിടെ നടന്ന സർജറിക്ക് ശേഷമാണ് കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെട്ടത്. ആ സർജറി നടത്തിയത് ആരൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മാസം നടക്കുന്ന സ്ഥലമാണ് ഈ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ ഈ അടുത്ത കാലത്തിൽ വന്നേ. പിന്നെ 89 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മാനുവലായിട്ട് കാര്യങ്ങൾ രജിസ്റ്റർ എഴുതി വെക്കലാണ് പതിവ്. അതിൽ പരസ്യം പോയിട്ടുണ്ടാവും. സാർ ഈ പറഞ്ഞ ടൈം പീരീഡിലാണെങ്കിൽ ശ്രീധരൻ നമ്പ്യാർ സാറായിരുന്നു സർജറി ചെയ്തത്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാറ് മരിച്ചു. டாக்டர் இருக்காங்களா? அசோகனுக்கு ஒரு கசின் பொண்ணு இங்கிருந்து தான் கோயம்புத்தூர் மெடிக்கல் காலேஜில் படிச்சுட்டு இருந்தேன். ദിവ്യ, ഇതേ പുസ്തകം ഇതിന്റെ സെക്കൻഡ് എഡിഷൻ കോയമ്പത്തൂരിലെ സെൽവരാജന്റെ വീട്ടിൽ കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞത് അയാളുടെ മരുമകൾ MBBS പഠിക്കുന്നതാ. പുതിയ കാലത്തൊരു സ്റ്റുഡന്റ് ഒരിക്കലും ഇത്രയും പഴയ എഡിഷൻ ഉപയോഗിക്കില്ല. ദാറ്റ് മീൻസ് അപ്പൊ സെൽവരാജ് ഒരു ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷെ അത് മെഡിസിൻ റിലേറ്റഡ് ആയിട്ട് ഒരു പാസ്റ്റ് ഉണ്ട്. അത് മറ്റാരും അറിയരുതെന്ന് താല്പര്യമുള്ളതുകൊണ്ടാവാം അയാളത് പറയാത്തത്. സാർ, നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാം. സാർ, സെൽവരാജ് അനസ്തേഷ്യ PG സ്റ്റുഡന്റ് ആയിരുന്നു. 1988 അയാൾ കോഴ്സിൽ ജോയിൻ ചെയ്തു. പക്ഷേ 89 പഠനം നിർത്തി. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ഡ്യൂ ടു ഡിസ്മിസൽ. അങ്ങനെ എഴുതിയിരുന്നു സർ. ഇത് മാർക്സ് കോളേജിൽ എന്താ ഇവിടെ. സർ, അയാൾ ഡിസ്മിസ് ചെയ്യപ്പെട്ടോ? ആളും മഹാവല്ലിപ്പൊളിയെ 1 വർഷം ഞാൻ പറഞ്ഞില്ലേ, നല്ല പെത്തരിനടിച്ചായി. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റോക്കിൽ നിന്ന് വരെ എടുത്ത് അടിക്കുമ്പോൾ അങ്ങനെ ഡിസ്മിസായി. അതിനുശേഷം പിന്നെ കയറിയില്ല. പിന്നീട് ആളെ കോളേജിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 പേരും കൂടി കാർ ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാർ ആക്സിഡന്റോ? ഒരു മേജർ കാർ ആക്സിഡന്റ്. 4 പേരും നല്ല വെള്ളത്തിലായിരുന്നു. ശിവകുമാർ, സേവി,
സേബി പുതിയ സീനിയർ പോലീസ് സർജനായിരുന്നു. പിന്നെ അലക്സാണ്ടർ, പിന്നെ സെൽവരാജ്. അലക്സാണ്ടർ ആയിരുന്നു കാർ ഓടിച്ചത്. അലക്സാണ്ടർ കുറെ കാലം ഹോസ്പിറ്റലായപ്പോൾ ഇയർ ബാക്ക് ആയി. പിന്നെ കുറെ കാലം കോമയിലായി. സെൽവരാജ് പിന്നെ ക്യാമ്പസിൽ വന്നിട്ടേ ഇല്ല. Oh God. So it dates back to 79. No, 89. 89. 89. 1989. 1989. Yes. Okay. So the parents had a connection there to that medical yes, college. Yes. But the way they tracked everything. First the message was on the board. So 2 more are going to happen now. Yeah. And he is not able to speak. Oh, that I came to know first time. Huh? Like if there is any I knew, but I thought it was a voice changer. Or I forgot. I think he can use also larynx to change. Oh, so I he have no cannot idea about speak that. First time I've seen something like this. So it depends on how much have you lost the voice. So it depends on that also. But this is getting more interesting. So And now he is getting all the connections and everything. He got the picture of one guy. Now he wants to know the other guy. He wants to know where this guy is now. They have the picture. I think they will track him now. Track him. Oh God, this is like included medical college, families, Yes. and in family there is one more niece. Yes. Even she is studying. Yes. She knows the Yes. medical things and. Yeah, but the thing is, like he said, he cannot read this edition because this is a very old edition. Old He edition. lied. The reason he lied because he's an addict. He was dismissed at that time. Oh. So all the answers are in the story that happened back. Absolutely true. Okay. We'll see. We'll wait for more now, guys. So till that time, keep watching our channel. Do like, subscribe, Share, comment, click on the bell icon.